Mindtrend FX. Your journey to mastering the markets begins now. Welcome to Mindtrend FX, my YouTube channel. So let's analyze Nifty chart, and ഈ വട്ടം ഞാൻ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യാറില്ല സാധാരണ. സോ ഫർദർ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് പോകാം, കാരണം ഒരുപാട് പേര് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ചെയ്യുന്നവരുണ്ടാവും. സോ അവർക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി കൂടെ ചെയ്യുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി കൂടെ ഇന്ന് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, ഈ വീക്കിൽ എന്താണ് നടന്നത്, മൺഡേ മുതൽ ആൻഡ് ഫ്രൈഡേ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ ഓവർവ്യൂ എടുത്തിട്ട് നമുക്ക് ലെവൽസും കാര്യങ്ങളോട്ടൊക്കെ പോകാം അല്ലേ. സോ നമുക്കറിയാം ലാസ്റ്റ് വീക്ക്, ഈ വീക്ക് ഒരു നല്ലൊരു ഗ്യാപ്പപ്പ്, ഒരു ഹ്യൂജ് 1000 പോയിൻറ്റ്സ് ഗ്യാപ്പപ്പിൽ മാർക്കറ്റ് വന്നിട്ട് മാർക്കറ്റ് നേരെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊക്കെ പറയാം, ഒരു ഡൗൺ മൂവ്മെൻറ്റ് താഴോട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആസ് എ ഒരു ഓപ്ഷൻ ബയ്യർ നമുക്ക് എന്താ പറയുക, ഏൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മാർക്കറ്റൊന്നും അല്ലായിരുന്നു, ഒരു മൊമെൻറ്റം മാർക്കറ്റില്ലായിരുന്നു എന്ന് തന്നെ പറയാം ഓപ്ഷൻ ബയേഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ നമുക്ക് 1 വീക്ക്, ലാസ്റ്റ് വീക്കിൽ എന്താ സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് ആ ഗ്യാപ്പപ്പ് കാരണം തന്നെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നല്ല മുന്നേ ഉള്ള 2 വീക്കിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. സോ വീക്കിലി ഇസ് എ ഗുഡ്, വീക്കിലി നമ്മളൊരു ബുള്ളിഷ് ആണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. വീക്കിലി കാരണം ലാസ്റ്റ് 2 വീക്സിന് മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. സോ നമുക്ക് വീക്കിലി നമുക്ക് ജസ്റ്റ് മാർക്കറ്റിനെ നോക്കിയതാണ്. ജസ്റ്റ് വീക്കിലി ലോസ് ആൻഡ് ഹൈസ് ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഡേയിലോട്ടൊന്ന് വരാം. ഓക്കെ, ജസ്റ്റ് ഡേയിലോട്ടൊന്ന് വരാം. ഓക്കെ, ജസ്റ്റ് ഡേയിലോട്ട് വരുമ്പം നമ്മുടെ ഒരു സിനാരിയോ എന്താണ്, ലാസ്റ്റ് ഉള്ള എല്ലാ ഡേയ്സിൻ്റെയും ലോ പ്രീവിയസ് ഡേയ്സിൻ്റെ താഴെയാണ് കണ്ടോ. മാർക്കറ്റ് ഒരു മൊമെൻറ്റം താഴോട്ടാണ് നമുക്ക് ഡേയ്സിൽ കാണിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹൈസും പ്രീവിയസ് ഹൈസിൻ്റെയും താഴെയാണ് അല്ലേ. സോ ഇങ്ങനൊരു സിനാരിയോ നമുക്ക് ഡേയിലും കാണുന്നുണ്ട്. സോ വീക്കിലിയുടെ വ്യൂ നമുക്ക് ബുള്ളിഷ് ആയിരുന്നെങ്കിൽ പോലും ഡേയിൽ വരുമ്പം ലാസ്റ്റ് വീക്സിൻ്റെ എല്ലാത്തിൻ്റെയും ലോ താഴെയാണ്. സോ നമുക്ക് ജസ്റ്റ് ആ ലാസ്റ്റ് ഡേസ് ആൻഡ് ഹൈസും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ലാസ്റ്റ് ഡേസ് ആൻഡ് ഹൈസ്. സോ ഞാൻ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേയ്സിൻ്റെ എല്ലാത്തിൻ്റെയും പ്രീവിയസ് ഡേയ്സിൻ്റെ ലാസ്റ്റ് ഇതിന് മുന്നേ ഉള്ള ഈ ഒരു ഹൈസും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 25,800 ആ റേഞ്ച്. സോ നമുക്ക് വീക്കിലിയിലെയും ഡെയിലിയും നമുക്കൊരു വ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് 1 ഹവറിലെ ചാർട്ടിനെ നോക്കാം. 1 ഹവർ എന്താണ് നിഫ്റ്റി. സോ 1 ഹവറും ഒബ്വിയസ്ലി 1 ഹവറിലും ഹവർലിയിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ജസ്റ്റ് ഞാനൊരു സോൺ വരയ്ക്കാം അവിടെ. ഓക്കെ, സി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോണാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോൺ. സോ ആ ഡിമാൻഡ് സോൺ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു, ഡിമാൻഡ് സോൺ. ഓക്കെ, ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ പച്ച കളർ കൊടുത്തു. സോ ഡിമാൻഡ് സോൺ ആണ്. സോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസിന് മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇവിടെ ഈ ഏരിയയിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മനസ്സിലാക്കാത്തവർ പ്ലീസ് DM, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. സോ ഇത് നമുക്ക് കണ്ടോ, ഇതൊരു ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് റിയാക്റ്റ് ചെയ്തു അല്ലേ. സോ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സോണിൽ നിന്ന് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചു വെക്കാം. ജസ്റ്റ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഫൈൻ. അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ബട്ട് നമ്മുടെ വ്യൂ മാർക്കറ്റിൽ ബുള്ളിഷ് ആയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സോണിൻ്റെ മുകളിൽ മാർക്കറ്റ് വരണം, ഈ ഒരു സപ്ലൈയുടെ മുകളിൽ മാർക്കറ്റ് വരണം. ഓക്കെ, ഈ ഒരു സപ്ലൈയുടെ മുകളിൽ എടുത്ത് മുകളിലോട്ട് വെക്കാം. ഈ ഒരു സപ്ലൈയുടെ മുകളിൽ മാർക്കറ്റ് വന്നാൽ നമുക്ക് പറയാം, ഈ ഒരു സപ്ലൈ സോണിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്നാൽ നമുക്ക് പറയാം അതിനെ മേ ബി അത് ഒരു
തിരിച്ച് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, സ്റ്റിൽ അതുകൊണ്ട് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ കാണുന്നത് ഒരു സെല്ലിങ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, മാർക്കറ്റ് വീക്ക്ലിയിൽ മുകളിലാണ് നിൽക്കുന്നെങ്കിലും ഡെയിലിയിൽ എല്ലാം ലോസും എല്ലാം താഴെയാണ്. ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നമുക്ക് മേജർ സപ്പോർട്ട് എവിടെയാണ്? അപ്പം നമ്മുടെ മേജർ സപ്പോർട്ട് ഇവിടെയാണ്. ഓക്കെ, മേജർ സപ്പോർട്ട്. ഓക്കെ, സോ നമ്മുടെ മേജർ സപ്പോർട്ട് ഇവിടെയാണ്. ആൻഡ് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് അപ്പോൾ എവിടെയാണ്? നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ഇവിടെയാണ്. മേജർ റെസിസ്റ്റൻസ് എഴുതുന്നുള്ളൂ, ഫുൾ എഴുതുന്നില്ല. മേജർ റെസിസ്റ്റൻസ് ഇവിടെയാണ്. ഓക്കെ, ഇതൊരു നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ മേജർ സപ്ലൈ. ഇവിടെയാണ്. സോ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അപ്പം മേജർ വൺ ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മേജറായിട്ടുള്ളൊരു സപ്ലൈ ഇവിടെയാണ്, മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് ഇവിടെയാണ്, അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു ഡിമാൻഡ് ഇവിടെയാണ്. ഇതൊരു വീക്കിലി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ലോയിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മൾ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ ഒരു മേജർ ഡിമാൻഡാണ് അല്ലേ. സോ ഇതിൻ്റെ താഴെയുള്ള ഡിമാൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേജറായിട്ടുള്ള അടുത്ത ഡിമാൻഡ് എവിടെയാണ് വരുന്നത്? ഈ ഒരു ഏരിയയിൽ. ഇതൊരു ലിക്വിഡിറ്റി പൂളാണ്, അല്ലെങ്കിൽ ഇതൊരു ഡിമാൻഡ് സോണാണ്. ഇതും നമ്മുടെ ഒരു ഡിമാൻഡ് സോണാണ്. സോ ഇതിന് നമുക്ക് ഡിമാൻഡ് സോണായിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് ഫൈനൽ ഡിമാൻഡ് എവിടെയാണ് വരുന്നത്? താഴെ. സോ ഇതാണ് ഫൈനൽ ഡിമാൻഡ് സോൺ. ഓക്കെ, സോ നമ്മൾ അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ ഇവിടുന്ന് മാർക്കറ്റ് അപ്പം ഒരു സ്ലിപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ സോ നെക്സ്റ്റ് ഡിമാൻഡ് അതിൻ്റെ താഴത്തെ നെക്സ്റ്റ് ഡിമാൻഡ് ഇതാണ്. സോ മാർക്കറ്റ് ഇവിടം വരെ പിന്നെ ഫാൾ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഇത് നമ്മുടെ അൾട്രാ സപ്ലൈ ആണ്. അതായത് ഇത് മാർക്കറ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ലാസ്റ്റ് 2 months ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, അതും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിഫ്റ്റീനെ നമ്മൾ ആ ഒരു ലെവൽസൊക്കെ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനിടയ്ക്കും കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യുമ്പം ഇതിനെക്കുറിച്ച് നമുക്ക് പഠിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ട്രേഡ്സൊക്കെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് എഡ്യൂക്കേഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ജോയിൻ ദെയർ ഫോർ എ എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ, ഇറ്റ് ഈസ് എ പ്യുവർ കണ്ടൻറ്റ് ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ്. നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് അപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ്. മൺഡേയിലോട്ടുള്ള ഈ വരുന്ന മൺഡേയിലോട്ട് നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ലെവൽസ് ആൻഡ് പ്ലാൻ. ഓക്കെ, അതായത് മേജറായിട്ടുള്ള സപ്ലൈ ഇതാണ് നിഫ്റ്റിയുടെ. ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ സ്റ്റിൽ ഈ ഒരു റേഞ്ച് ബോർഡ് മാർക്കറ്റ് ആയിരിക്കും. ഇവിടെ തട്ടും വീണ്ടും താഴെ വരും, ഇവിടെ തട്ടും വീണ്ടും മുകളിൽ. ഈ ഒരു റേഞ്ചിൽ കിടന്നാണ് മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത്. സോ ഒന്നെങ്കിൽ മേജർ ഡിമാൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ചേഞ്ച് ഇൻ പൊളാരിറ്റിയൊക്കെ വന്ന് ഈ സപ്ലൈ വരെ പോകണം. അതല്ലെങ്കിൽ വീണ്ടും ഈ ഒരു ഡിമാൻഡ് ബ്രേക്ക് ചെയ്ത് ഇവിടെയും ചേഞ്ച് ഇൻ പൊളാരിറ്റി വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ട് വീണ്ടും ഈ ഒരു ലോ വരെ പോകണം. സോ അതുവരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് റേഞ്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 25,500 എബോവ് നമ്മുടെ മേജർ ഡിമാൻഡിൽ നിന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. 25,816 മേജർ സപ്ലൈ ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ലൈക്ക് സംതിങ് എന്തെങ്കിലും വരും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബട്ട് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഡെയിലി നമ്മൾ നോക്കിയപ്പം നമ്മൾ ആ മാർക്കറ്റിൻ്റെ ആ ലോസ് എല്ലാം നമ്മൾ കണ്ടു ഇവിടെ. സോ ലോവർ ടൈം ഫ്രെയിമിലാണ് പിന്നെ അതിൻ്റെ ഒരു വ്യൂ നമുക്ക് ചേഞ്ച് ആകുന്നത്. നമുക്ക് എൻട്രി എടുക്കേണ്ടത് 15 minutesലാണ്. 1 hourൽ നമ്മൾ നോക്കിയാൽ മതി. ഇതിനെ 50 minutes നമുക്ക് പോയി എൻട്രി എടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ
ബാങ്ക് നിഫ്റ്റിയായിട്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു മേജർ സപ്പോർട്ടിൽ നിന്ന് ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയും ഒന്ന് പുഷ് ബാക്ക് ചെയ്തു എന്ന് ബാങ്ക് നിഫ്റ്റി. പക്ഷേ നിഫ്റ്റിയുടെ അത്രയും വീക്കല്ല ബാങ്ക്. ഓക്കെ, നിഫ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ ഓക്കെയാണ് ബാങ്ക്. സോ അത് വെച്ച് നോക്കുമ്പം ബാങ്ക് നിഫ്റ്റി കുറച്ച് പുഷ് ബാക്ക് ചെയ്ത് മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്നും ബാങ്കിൻ്റെ ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി ആക്ച്വലി മുകളിലോട്ട് ഒരു പുഷ് കാണിച്ചത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് സെയിം ആണ്. ബാങ്ക് നിഫ്റ്റി ഇതൊരു മേജർ അതിൻ്റെ ഒരു സപ്ലൈ സോണാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കി കാണാം. 60,000 6,000 അതിൻ്റെ ഒരു മേജർ സപ്ലൈ സോണാണ്. സോ ഈ സപ്ലൈ സോണിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്കതിനെ ഒരു ബുള്ളി സിനാരിയോ ആയിട്ട് നമുക്കതിനെ മാറ്റാൻ കഴിയും. സോ ഇതതിൻ്റെ ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് വീണ്ടും പുഷ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ തൊട്ട് താഴെ വരുന്നതിന് മേജർ ഡിമാൻഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഏരിയ 59,200 250 ആ റേഞ്ച്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയ അടുത്തൊരു ഡിമാൻഡായിട്ട് അതിന് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയ മുകളിലത്തെ 59,600 ബ്രേക്ക് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മേജർ ഡിമാൻഡ് സോൺ 59,200 ആ ഒരു റേഞ്ചാണ്. ഓക്കെ, സോ ആ ഒരു റേഞ്ച് വരെയും ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് 58,000 മെയിനായിട്ടുള്ളത്. അവിടെ വരെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യും. സോ ഇവിടെയൊക്കെ എന്താണ് പ്രൈസിൻ്റെ ആക്ഷൻ പറഞ്ഞതെന്ന് ഇപ്പോൾ റണ്ണിങ് ബാച്ചായ സെക്കൻഡ് ബാച്ചിന് മനസ്സിലായിട്ടുണ്ടാവും. ഓൾറെഡി ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസിന് നിങ്ങൾക്കും അതിന് കുറച്ചുള്ള ഒരു ക്ലിയർ പ്രൊഫഷണൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ പ്രൊഫഷണലായിട്ട് കോഴ്സ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇതിനകത്ത് ഫസ്റ്റ് യു ലേൺ ദെൻ യു ഏൺ ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, ആദ്യം നിങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് പോയി പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആദ്യം പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള പൈസ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുന്നിരിക്കും. സോ ഒരു എഡ്യൂക്കേഷൻ പോലെ ഇതിന് എവിടെ പോയെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് എവിടെ നിന്ന് ആണെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ഇത് വെരി ബിഗ് എഡ്യൂക്കേഷൻ ഇൻ മാർക്കറ്റ്. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. 25,816 അബോവ് ഇസ് എ ഗുഡ്. അല്ലെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ വന്ന് താവോട്ട് വരും. മേജർ സപ്പോർട്ട് ആയിട്ടുള്ള 25,500 ആണ് ഇന്ന് റിജക്ഷൻ വന്നത്. സോ ഈ ക്യാനിൽ ഇവിടെ എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും സ്റ്റുഡൻസ് നിങ്ങൾക്ക്. സോ ഈ ഒരു മേജർ ഡിമാൻഡ്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,200 25,000 ഇതാണ് നമ്മുടെ മേജർ സപ്പോർട്ട്സ് താഴെയുള്ള. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മേജറായിട്ടുള്ള ഒരു ഡിമാൻഡ് സോണൊന്നും കാണുന്നില്ല. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു. ഇതാണ് വീക്കെൻഡ് അനാലിസിസ് നമ്മുടെ. സോ ഇന്ന് എല്ലാവട്ടും ഞാൻ കുറച്ച് ലേറ്റാണ് ചെയ്യുന്നത്. സോ ഇന്ന് നിങ്ങൾ ശനിയാഴ്ച സാറ്റർഡേ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും. പ്ലീസ് വാച്ച് ദ ഫുൾ വീഡിയോ. ആൻഡ് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഇതിനകത്ത് നിന്നിട്ട് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ നിൻ്റെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കുക. സോ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ് ചാനൽ. താങ്ക് യു. ബൈ.